ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാവിലെ എണീറ്റു, വിളക്കെല്ലാം വെച്ചു. അതിന് ശേഷം നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ഈ ചായ കുടിച്ചിട്ട് വേണം നമുക്ക് ഉഷാറായിട്ട് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. നേരത്തെ എണീക്കുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചുള്ള നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും നമ്മുടെ റെസിപ്പീസും നമ്മൾ പറയുന്നതും എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതോടൊപ്പം തന്നെ റസ്ക് കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ കുളി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വിശപ്പ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് ഡെയിലി നമ്മളിങ്ങനെ നേരത്തെ എണീക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് കഴിക്കുന്നത് നല്ലതാണ്. എന്താ പറയുക, നമ്മൾ മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. എന്താ പറഞ്ഞാൽ നമ്മൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി മക്കൾക്കും ഭർത്താവിനും അവർക്ക് കൊണ്ടുപോകാനും കഴിക്കാനും എല്ലാം ആക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ കഴിക്കാൻ തന്നെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ നേരത്തെ എണീക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ ഹെൽത്തി ആയിട്ട് ആ നേരത്തെ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അങ്ങനെ റസ്കോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടെണ്ണോ അതിൽ കൂടുതൽ കഴിക്കാറില്ല കേട്ടോ. മിക്കവാറും ഒന്നേ കഴിക്കാറുള്ളൂ, ചില ദിവസം രണ്ടെണ്ണം കഴിക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പതിവ് പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറൊക്കെ നമ്മൾ വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പതിവ് പോലെ അതെല്ലാം ഒന്ന് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വിളക്കെല്ലാം അണച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ് അല്ലേ, രാവിലെ നേരത്തെ എണീക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് സമയത്ത് എണീക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള സമയം എന്നത് എല്ലാവർക്കും സംശയം ഉണ്ടാകും. ആദ്യം എനിക്കും അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ ഏറെക്കുറെ മാറി കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ രാവിലെ നേരത്തെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണം എന്നാണ് പലരും പറയാറുള്ളത് കേട്ടോ. ആ സമയത്ത് എണീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മെല്ലെ എണീക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മമുഹൂർത്തമാണ്. ബ്രഹ്മമുഹൂർത്തം പറയുമ്പോൾ അതൊരുപാട് നേരത്തെ തന്നെയാണ്. ഒരു 3:30 തൊട്ടിട്ട് 5:15 വരെയാണ് കേട്ടോ. അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സൂര്യ ഉദയത്തിൻ്റെ കണക്കാക്കിയിട്ടാണ് ഓരോ ദിവസത്തെ ബ്രഹ്മമുഹൂർത്തത്തിനും വ്യത്യാസം വരിക പറയുമ്പോൾ അതെങ്ങനെ പോയാലും 3:30 തൊട്ട് 5 മണി വരെ തന്നെയാണ്. കൂടുതൽ 5:15 എന്ന് പറയും, ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരും. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് 3:30 തൊട്ടിട്ട് 5 മണി വരെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ നേരത്ത് നമ്മൾ എണീക്കുന്നതായിരിക്കും ഒരുപാട് പവർഫുള്ളായിട്ടും എനർജറ്റിക്കും ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3:30ക്കൊന്നും എണീക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 മണിക്ക് എണീക്കുക, അതാണ് നല്ല സമയം കേട്ടോ. ഇല്ല അതിനും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു 4:30ക്ക് എണീറ്റാൽ എങ്ങനെ പോയാലും നമ്മൾ 5 മണിക്കെങ്കിലും നമ്മൾ എണീക്കാൻ നോക്കണം. കൂടുതൽ നല്ല പവർഫുള്ളായിട്ടുള്ള സമയം പറയുമ്പോൾ 4 to 4:30ക്ക് ഉള്ളിൽ എണീക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അതിനൊന്നും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 5 മണിക്ക് എണീക്കുക. ഇനിയിപ്പോൾ വയ്യാത്ത ആൾക്കാരോ നമുക്ക് ശരീരത്തിന് സുഖമില്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 6 മണിക്ക് മുന്നെങ്കിലും നമ്മൾ എണീക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര നേരത്തെ എണീക്കുന്നോ അത്രയും ബെനിഫിറ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതാണ് പറയാറുള്ളത്. ഈ 3:30 തൊട്ടിട്ട് 5 മണി വരെ സമയം പറയുമ്പോൾ നമ്മുടെ ദേവീ ദേവന്മാരൊക്കെ ഭൂമിയിലേക്ക് നേരിട്ട് ഇറങ്ങി വരുന്നൊരു സമയമാണെന്നാണ് പറയാറുള്ളത്. ആ സമയത്ത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് സക്സസ് ആകുന്നതാണ് കേട്ടോ പറയാറുള്ളത്. ഒന്നാമത്തത്, നമുക്ക് ആ ടൈമിൽ നമ്മൾ എന്ത് ചോദിച്ചാലും ഭഗവാൻ നമുക്ക് കൈ നിറച്ച് തരുമെന്നാണ് പറയാറുള്ളത്. അത് നമ്മൾ ന്യായമായിട്ടുള്ള കാര്യം കൂടെ ആയിരിക്കണം കേട്ടോ. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് അത് എന്ത് ചോദിച്ചാലും കിട്ടുമെന്നാണ് പറയാറുള്ളത്. അത്രയും പവർഫുള്ളായിട്ടുള്ള സമയമാണ് നമ്മുടെ ബ്രഹ്മമുഹൂർത്തം പറയുന്നത്. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ 4 മണിക്ക് എണീറ്റ് പഠിക്കുമ്പോൾ നല്ലപോലെ തന്നെ പഠിക്കാനും ഒരുപാട് അറിവുകൾ നേടാനും പറ്റുന്ന ഒരു സമയമാണ്. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കുറേ പോകുമ്പോൾ അത് നമുക്ക് ശീലമായി പോകും കേട്ടോ. നമുക്ക് ഏതൊരു കാര്യം നമ്മൾ തുടർച്ചയായി ചെയ്യുമ്പോൾ മാത്രമേ അതിനുള്ള ബെനിഫിറ്റും അതുപോലെ തന്നെ
അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവും അതൊരു ദിവസം ചെയ്യാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും എല്ലാം നമുക്ക് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് കഷ്ടങ്ങൾ സഹിച്ചാലും അത് നമ്മൾ ദൈവം പരീക്ഷിച്ച് നോക്കുമായിരിക്കും. എത്രത്തോളം കഷ്ടം തരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിച്ചും ഇത്രയും കഷ്ടമൊക്കെ വെച്ചിട്ട് നമ്മളിത് ചെയ്യണോ, ഇനി ഇതിപ്പോൾ നമുക്ക് നിർത്തിയാലോ എന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷേ നമ്മളത് നിർത്തി കഴിയാണ്ട് നമ്മൾ തുടർന്ന് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കൂടെ ഉണ്ടാവുന്നതും നമ്മൾക്കത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സമയത്ത് മാക്സിമം എണിക്കാൻ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അത്ര നേരത്തെ പറ്റിയില്ലെങ്കിലും നമ്മൾ 6 മണിക്ക് മുന്നെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ എണീക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വീട്ടിനും നമ്മൾക്കും എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യത്തിനും പുതിയ കാര്യങ്ങളൊക്കെ നടക്കാനും എല്ലാത്തിനും നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എണിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എപ്പോഴാണ് എണിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ കുക്ക് ചെയ്യേണ്ട പരിപാടിയിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞു, നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ക്ലീൻ ചെയ്യൽ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കുക്കിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കോലം അക്ഷയ ഇടാൻ പറഞ്ഞിട്ട് അക്ഷയാണ് കേട്ടോ കോലം ഉണ്ടാക്കിയിട്ടുണ്ട്, കോല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് തന്നെ എന്താ പറയുക കുക്കിംഗ് ചെയ്യണ്ടോ. അപ്പോൾ അവൾക്ക് ഒഴിവുള്ള ടൈമിലൊക്കെ ആൾ കോലിട്ട് തരും. പക്ഷേ എന്നെക്കാട്ടിൽ നന്നായിട്ട് ഇടും കേട്ടോ. എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇടാനറിയില്ല. എങ്കിലും ഒരു ഒപ്പിക്കൽ കോലമൊക്കെ ഞാനും ഇടാറുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ എന്നെക്കാട്ടിൽ നന്നായിട്ട് അക്ഷയ ഇടാറുണ്ട് കേട്ടോ നമ്മുടെ കോലം. പിന്നെ നമ്മളിന്ന് വെക്കുന്നത് മുരിങ്ങച്ചാറാണ് കേട്ടോ. കുറേ ആയിട്ടോ മുരിങ്ങച്ചാറ് വെക്കണം വേണ്ടിട്ട്. പിന്നെ നമുക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് പച്ചക്കറികളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ടാകുന്ന സമയത്തായിരിക്കില്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ മുരിങ്ങ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കുനുന്ത് മുരിങ്ങ വലിച്ചിട്ട് ചാറ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടം കാച്ചി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുരിങ്ങയിലേക്ക് ഒരു താളിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കടുകും വറ്റൽമുളകും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള താളിപ്പാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങച്ചാറ് കുനുന്ത് മുരിങ്ങയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് പപ്പടവും കൂടെ കാച്ചിയെടുത്തു. പിന്നെ നമുക്കിതിൽ കൂടെ കഴിക്കാൻ അച്ചാറോ മോരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയതിനു ശേഷം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കഴുകാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കും. കയ്യോടെ തന്നെ നമ്മുടെ പാത്രമൊക്കെ മാറ്റി അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുകയാണ്. രാവിലെ പിന്നെ ഞാൻ അശ്വിനെ വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആകുമ്പോൾ അവന് ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വാരി കൊടുത്താൽ മാത്രമേ കുറച്ചെങ്കിലും വയറ്റിപ്പെടുള്ളൂ പറഞ്ഞിട്ട് ഞാൻ അത് വാരി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. പിന്നെ ഞാനും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ പോയാലും ഒരു 8:30 ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനുള്ളിൽ നമ്മുടെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഏകദേശം ക്ലീനിങ് പരിപാടി എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതിനിടയിൽ നമ്മുടെ അക്ഷയ സ്കൂളിലേക്ക് പോയി. അതിനുശേഷം നമ്മുടെ അശ്വിനും സ്കൂളിലേക്ക് പോയി കേട്ടോ. ഇനി കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ വാങ്ങിയിട്ടുള്ള കുറച്ച് ചെടികളാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. നമ്മൾ കുറേ പ്ലാസ്റ്റിക് അല്ലാത്ത ചെടികളൊക്കെ വാങ്ങി വെച്ചു. പക്ഷേ നമ്മുടെ പൂച്ചക്കുട്ടികൾ അതെല്ലാം കേട് വരുത്തി കളയുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുറച്ച് ഉള്ളി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാസ്റ്റിക് ചെടികൾ വാങ്ങിയതാണ്. ഇത് 160 ഉറുപ്പ്യാണ് കേട്ടോ ഇതിന് മാത്രം റേറ്റ് ഒരെണ്ണത്തിന്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല കളറും നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് കളർ കോമ്പിനേഷനും കളക്ഷൻസും ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 2 എണ്ണത്തിനും ഒന്നിന് 160, അങ്ങനെ 2 എണ്ണത്തിന് 160. അതിൻ്റെ പോട്ടിന് വന്നിട്ട് 175 ആണ് കേട്ടോ. നമ്മൾ ഒരു ഹോൾസെയിലായിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് വിലയൊക്കെ കുറവുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഈ ഫ്ലവറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഭയങ്കര റേറ്റ് ആയത് കാരണം വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നമ്മൾ പോയി ചോദിച്ചപ്പോൾ നല്ലപോലെ വില കുറവുണ്ട് കേട്ടോ. നിറയെ കളക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരു 2-3 നമ്മൾ വാങ്ങിയിട്ടോ. ഇപ്പോൾ കാണിച്ചതിന് 350 ഉറുപ്പ്യാണ് പോട്ടോട് കൂടിയിട്ട്. പിന്നെ നമ്മൾ ഇതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ഒരു 500 ഉറുപ്പ്യ. വെളിയിലൊക്കെ ഇതിനൊക്കെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇതുപോലെ വെക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ്, ഭയങ്കര പോസിറ്റീവായി
ആയിരിക്കില്ലേ. പൂക്കളെ ചെടികൾ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പോസിറ്റിവിറ്റി കൂടുതലായിട്ടുള്ള ഐറ്റംസാണ് അല്ലേ. അപ്പോൾ ഇത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടിയും പൂക്കളൊക്കെ. പക്ഷേ നമ്മുടെ മണ്ണ് ശരിയല്ലാത്ത കാരണം എന്ത് വെച്ചിട്ടും നേരെ ഉണ്ടാവുന്നുമില്ല. പിന്നെ പൂച്ചക്കുട്ടികൾ അതിനെ കേട് വരുത്തുന്നത് കാരണം അത് ശരിയായി വരുന്നുമില്ല കേട്ടോ. ഇനി ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് നമുക്ക് ചെടികളൊക്കെ വെക്കാൻ നോക്കണം. തൽക്കാലം ഇതൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ കാണിച്ചിട്ട് അതിൻ്റെ പ്രൈസ് ടാഗ് കളയാൻ പറഞ്ഞിട്ട് ഞാൻ വെച്ചതായിരുന്നു കേട്ടോ. അത് ഇന്നലെ പോയി വാങ്ങിയിട്ട് വന്നതായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഡ്രസ്സ് ചെയ്തിരിക്കണ വേറൊന്നുമല്ല കേട്ടോ. ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോയതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലവർ ഇന്നലെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതേ ഡ്രസ്സോട് തന്നെ വീഡിയോ എടുത്തിട്ട് വീഡിയോ എൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള ചെടികളൊക്കെ ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിലും കാണാനൊരു ഭംഗിയാണല്ലോ. അപ്പോൾ അതും ഒരു നല്ല എനർജറ്റിക് ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ 2 സ്ഥലത്തായിട്ട് 2 പോട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് നമ്മൾ ഇല പോലത്തെ അത് ഫ്രണ്ടിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഷോപ്പിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പോകുന്ന സമയത്ത് ഫോൺ ഇവിടെ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.